ഗൈസ് നമ്മൾ ലബീബിൻ്റെ നല്ല ക്ലാസ്, ഇന്ന് ലബീബിൻ്റെ നല്ല ക്ലാസ് ഉണ്ട് പറഞ്ഞു. ഏതാ മോനെ ക്ലാസ് എടുക്കാൻ വന്നാണല്ലോ ഇപ്പോൾ ഇത്. ഡെഫായിട്ടുള്ള ആൾക്കാർക്കുള്ള വർക്ക്ഷോപ്പ് ക്ലാസ്, അതാണ് ഇപ്പോൾ ഇന്നിപ്പോൾ ലബി എടുക്കുന്നുണ്ട്. ഏത് ലെവല് എവിടേക്ക് എത്തിയെന്നറിയാം നമ്മളെ സാറ് അവിടെ ഇരുന്നിങ്ങനെ. ഇതിന് അഹങ്കാരമൊന്നും ചേട്ടാ. സക്സസ്. ആദ്യം നമ്മൾ ഇവൻ്റെ കുറേ വീഡിയോസ് നമ്മൾ എടുക്കണം. സാർ നെർവസാണോ? നെർവസാണോ? എന്തെങ്കിലും പേടിക്കണ്ടേ? നമുക്ക് ശക്തിയായി നിൽക്കണം, ആ കോൺഫിഡൻസ് കാണിക്കണം. റേഞ്ച് നോക്കണം, ഇവൻ്റെ റേഞ്ച് നോക്കണം. 3 കസാര ഉള്ളൂ, 3 മെയിനുള്ളൂ ഇവിടെ. അതിൽ ഒരു മെയിനാണ് വേൻ. ഒരു മെയിനാണ് വേൻ. ബാക്കിലേക്ക് ഇറങ്ങിയാൽ ഇവനാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. ഉദ്ഘാടനം പക്ഷെ ആ അഹങ്കാരമൊന്നുമില്ല തോന്നത്തെ. അത് ഇത്രയും സിംപിളിസിറ്റിയാണ് രവി കേട്ടാ. അവിടെ പിന്നെ ആൾക്കാരുണ്ട്, അവരെ കാണിക്കണില്ല. സയൻസ് ടു സക്സസ്. 3 ആൾക്കാരുള്ളതിൽ ഒരു മെയിന്. അപ്പം ആ പവറൊന്നും ആലോചിക്കണം. തയ്യാറെടുപ്പിൽ ഇനി എൻ്റെ ക്ലാസ് തുടങ്ങി എടുക്കും. ഒരാൾക്കാർ കോൺഫിഡൻസ് വന്നു തുടങ്ങി. ഇനി പൊളി പൊളിക്കൊന്നേ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, പക്ഷെ ഇത് വേറെ ആളെ കാണിക്കാതെ നമ്മൾ കാണിക്കാതെ എന്താ കാര്യം? എന്തെങ്കിലും കാര്യങ്ങളോ ഇല്ല. ഞാൻ നല്ലൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി, എന്നിട്ട് ആർക്കും കൊടുത്തില്ല. അപ്പൊ ആർക്കും എന്തെങ്കിലും കാര്യം നടക്കും? ഒരു കാര്യമില്ല. അതെല്ലാവർക്കും ഷെയർ ചെയ്താൽ മാത്രമേ ആ ബിരിയാണി ടേസ്റ്റ് എല്ലാവരും അറിയുള്ളൂ. 0 ഫോൺ കോൾ ആണ്. നിങ്ങൾ ആർക്കും വിളിക്കേണ്ട, വീഡിയോ അയച്ചു കൊടുക്കണ്ട. നിങ്ങൾ ആരാണ് എന്താണെന്ന് ഫുൾ ടെക്സ്റ്റിലൂടെ പ്രൊഫൈൽ. രവീന്റെ ക്ലാസ് കഴിഞ്ഞ് മോനെ ഏത് ക്ലാസ് അറിയോ? ഏത് ക്ലാസ് എടാ, ആ തരിപ്പുകളെ തരിച്ച് അതിങ്ങനെ ഇപ്പോഴും താന്നിട്ടില്ല. അജാതി ക്ലാസ്. ഞാൻ അങ്ങനെ തരിച്ചു നിന്ന് പോയി. ആരപ്പത് എൻ്റെ ഒപ്പം നടക്കാൻ ലഭ്യനെ കഴിച്ച്. പക്ഷെ ഞാൻ ആദ്യം എക്സ്പെക്ട് ചെയ്തിരുന്നു, കാരണം ഇത് ലെവല് അത് അങ്ങനെയാണല്ലോ. പക്ഷെ ആ അഹങ്കാരമൊന്നുമില്ല. എല്ലാവരും ലാസ്റ്റ് അവിടെ ഒരു വേറെ ഇതുണ്ടേനി, എന്താ പറയുക, ഡെഫായോണ്ട് സൈൻ ലാംഗ്വേജിൽ പറയാൻ വേറെ ആളുണ്ടേനി. വീട്ടിൽ ക്ലാസ് കണ്ട് കേട്ടിട്ട് ആ മോനെ തരിച്ചു നിന്ന് പോയി. അജാതി ക്ലാസ്. എന്നിട്ട് കോമഡി വരെ ക്ലാസ്സിൻ്റെ ഇടയിൽ. അവിടെ ഇരിക്കണ ആൾക്കാരെ വരെ ഏത് മറ്റേ ഇതുണ്ടല്ലോ, നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമാണ് പഠിപ്പിച്ച്. അത് ഏത് ആ MES പഠിപ്പിച്ചതിൻ്റെ ഗുണം കാണുന്നുണ്ട്. രവി ആദ്യം ഒന്ന് പതറി, കുറച്ച് ആൾക്കാരുണ്ടപ്പോൾ. പിന്നെ ലവി വേണ്ട തുടങ്ങിയപ്പോൾ പിന്നെ നിർത്തിയിട്ടില്ല. എജ്ജാതി പഠിപ്പിച്ചല്ലേ. അങ്ങനെ കിളി ഇങ്ങനെ പറയും, കിളി. ലാസ്റ്റ് എല്ലാവരും നിന്ന് കൈയടിച്ച് നമ്പർ വെച്ച് തന്ന് വരി നിൽക്കുക, നമ്പർ വെച്ചാൽ വേണ്ടി. അപ്പോൾ ആ ലെവലൊന്ന് ആലോചിച്ച് നോക്കി. അവിടെ ഉള്ള എല്ലാ പേരൻസും ആൾക്കാരൊക്കെ പിന്നെ നമ്പർ ചോദിച്ചു. പിന്നെ ടീച്ചർ അവിടെ വരി കണ്ടുകൊണ്ട് അവിടുത്തെ മെയിൻ ആ സൈൻ ലാംഗ്വേജിൻ്റെ ടീച്ചർ പറഞ്ഞ് നമ്പർ അല്ലാതെ പറയാൻ പറ്റുമോ? അല്ലാതെ പറയാൻ പറ്റുമോ? അതായത് 2-3 ആൾക്കാർ നമ്പർക്ക് ഓൺലൈൻ ഫോണൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത്. പിന്നെ അവിടെയുള്ള സൈന് ഇതാക്കുന്ന ടീച്ചർ പറഞ്ഞ് സൈൻ ലാംഗ്വേജുള്ള ആ ടീച്ചർ പറഞ്ഞ് എല്ലാവരോടും നമ്പർ ഞാൻ തരാം, നിങ്ങൾ പോകാൻ അനുവദിക്കണം. ലവീനെ കൂടി നിൽക്കുക ആൾക്കാരെ. ലവിക്കൊരു ഇതില്ല, എല്ലാരും അതിൻ്റെ ഇടയിൽ ലവീൻ്റെ ഒരു ലാസ്റ്റ് ലവീൻ്റെ ഒരു ഇതാണ്ട് ഇറക്കി. അതായത് ഇത് മഴയല്ല,
ഇത് ആനന്ദ കണ്ണീരാണ്. അവിടെയുള്ള ആൾക്കാരെ അവിടെയുള്ള ആൾക്കാരെ ഇത് എന്ത് ഓന് ലിങ്ക്ഡിനെ കുറിച്ചാണ് ഓൻ പറഞ്ഞെടുത്ത് പഠിപ്പിച്ചെടുത്ത്. ലിങ്ക്ഡിൻ എന്താന്ന്, ആ ലിങ്ക്ഡിൻ എന്താന്ന് പോലെ ഫുള്ള് പഠിച്ച്, തല തൊട്ട് വാല് വരെ ലിങ്ക്ഡിൻ എന്താന്ന് പഠിച്ച്. അപ്പോൾ അതിൽ ഇതാക്കി ഞാൻ വരെ പഠിച്ചു. ഓഫ്, ഞാൻ ആലോചിച്ചു ഇത്രയൊക്കെ ഉണ്ട് ലിങ്ക്ഡിനിൽ നിന്ന്. ഏത് ലവീനെ കൊണ്ട് നമുക്കിവിടെ വേറൊരു ക്ലാസ്സും കൂടി ഇട്ടിച്ചണം. എല്ലാവരും അവിടെ ഉള്ള ഇതിനെ കൊണ്ടൊക്കെ സൈക്കോളജിക്കലി ഉള്ള ക്ലാസ്സാണ്. അതായത് നമ്മളെ മെൻ്റലി ഹെൽത്ത് വരെ ശ്രദ്ധിച്ച് അതിൻ്റെ ഒരു ഇതാക്കിയാണ്ടുള്ള ക്ലാസ്സാണ്. സത്യം പറഞ്ഞാൽ പിന്നെയും പറയണതാ, നിൽക്കണ രോമൊന്നും താണില്ല, അജാതി. പിന്നെ എന്താ ലവി ഇത് അഗ്രാമൊക്കെ പോകണമെന്ന് പറഞ്ഞേ, അത് പിന്നെ സ്ഥിരമാണല്ലോ പൈസക്കാര്. ഞാൻ പിന്നെ എൻ്റെ ഒപ്പം ഇങ്ങനെ ക്യാമറമാനായി നടക്കണോണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഫുഡ് കിട്ടും. പക്ഷെ ക്ലാസ് ഒന്നും പറയാനില്ല. ഞാൻ അങ്ങനെ തരിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ ഒഞ്ഞു കാണിച്ചാൽ വെച്ചാൽ അതുകൊണ്ടാണ് ഇവിടെ ബ്ലോക്കാണല്ലോ. നമ്മളിപ്പോൾ ആ ബീച്ചിക്ക് പോകണല്ലോ ബ്ലോക്കാണത്. ഒരു വണ്ടി വലി പക്ഷേ ലവീവ് പക്ഷെ ഭയങ്കര ബ്ലോക്ക്. എന്ത് ചെയ്യാ, നമ്മൾ ബീച്ചിലെത്തിയിട്ട് ഞങ്ങളിപ്പോൾ ആ ബീച്ചിക്ക് ഇങ്ങനെ പോയിട്ട്, അതായത് ബീച്ചിക്കിന് പോയിട്ട് ഇനി ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഹൈലൈറ്റ് വാങ്ങാൻ തന്നെ, ഇപ്രാവശ്യം പോയിട്ട് ബീച്ചിലെ ഒരു പകുതി ഇതിങ്ങോട്ട് വാങ്ങാന്ന് വെച്ചിട്ടാ. നമ്മൾ ഒരു പ്രൈവറ്റ് റിസോർട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ബീച്ച് സൈഡിൽ പ്രൈവറ്റ് ബീച്ചൊക്കെ ഉള്ള റിസോർട്ട്. അപ്പോൾ നമ്മൾ കോഴിക്കോട് ബീച്ച് വാങ്ങിയിട്ട് ഞാൻ ആൾക്കാർക്ക് വരാൻ പറ്റില്ല, നമ്മൾ മാത്രം. പക്ഷെ ഞങ്ങൾ ആ വിചാരിച്ചെന്ന് വെച്ചാൽ, പക്ഷെ നമ്മൾ ഇത് വിചാരിക്കണ്ടേ, അതായത് കുറച്ച് ആൾക്കാർക്കൊക്കെ വരാം. അല്ല നമ്മളിങ്ങനെ പബ്ലിക്കായിട്ട് അങ്ങനെ വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങൾ കുറച്ച് പബ്ലിക്കിന് വിട്ടുകൊടുത്താണ്ട് ഒരു കുറച്ച് ഭാഗം ഞങ്ങൾ എടുക്കണേ. ഞങ്ങൾ എടുത്തുകൊണ്ട് ഒരു, അതായത് ബീച്ചിൻ്റെ ഇപ്പം മെയിൻ ബീച്ചിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തു നിന്ന് തുടങ്ങിയാണ്ട് അങ്ങോട്ട് സ്റ്റേജുള്ള ഭാഗം നിന്നാണ്ട് ബാക്കി വെള്ളവും ഇവിടെ ഇതെടുത്താണ്ട് അവിടെ ഒരു പ്രൈവറ്റ് ആയിക്കാണ്ട് ഒരു സാധനം തുടങ്ങണം. പ്രൈവറ്റ് അപ്പോൾ കണ്ടറിയാം. നിങ്ങൾ നിട്ടും സാധനം ഡിസൈനൊക്കെ ചെയ്ത് പക്കാക്കി വെച്ചാണ്, അത് സമർപ്പിച്ചാൽ മാത്രം മതി. സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ഗവൺമെൻറ് എതിർക്കും, പക്ഷെ നമ്മൾ ശക്തമായി പോരിടും. നമ്മൾ വാപ്പ റിച്ചാണല്ലോ, ഫിൽത്തി റിച്ച്. നമുക്ക് ഇപ്പം സീനില്ല. പണ്ട് ഇവിടെ ഇപ്പോൾ പുതിയൊരു ഐഡിയ ഉണ്ട്. പുതിയൊരു ഐഡിയ നമ്മളെ തലേക്ക് വന്നിട്ട് എന്ത്, അതായത് ഇവിടെ ഏതോ സ്ഥലത്ത് റെയിൽവേ പാളം പൊളിച്ചു കൊണ്ടുവരാനല്ലോ. അതുപോലെ നമ്മൾ ഇവിടുത്തെ റെയിൽവേ പാളം പൊളിച്ചു കൊണ്ടുപോകലോ എന്ന് ആലോചിക്കണേ. നല്ല പൈസ തരണം റെയിൽവേ പാളത്തിന്. എന്തായാലും വേണ്ട അഭിപ്രായം? നമ്മൾ വിചാരിക്കണം എന്താ വെച്ചാൽ റെയിൽവേ പാളം പൊളിച്ചു കൊണ്ടുപോയിട്ട് അത് റോട്ടുമിൽ വെക്കാം. അതെ, അതായത് എല്ലാ വണ്ടിക്കും റെയിൽവേ പാളത്തിൽ കൂടെ പോകാൻ പറ്റും. ഒരു എമർജൻസി വരുമ്പോൾ ടയറിന്റെ അടിയിൽ റെയിൽവേക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ടയർ നമ്മൾ മോഡിഫൈ ചെയ്യും. എന്നിട്ട് അർജൻസി വരുമ്പോൾ ആംബുലൻസ് ഒക്കെ റെയിൽവേ പാളത്തിൽ കൂടെ പോട്ടെ. അപ്പൊ നിങ്ങൾ വിചാരിക്കും റെയിൽവേ പാളത്തിന് അടുത്തുള്ള ഹോസ്പിറ്റൽ അല്ലെങ്കിലും ഹോസ്പിറ്റൽ റെയിൽവേ പാളത്തിന് അടുത്ത് തുടങ്ങണം. അതായത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് റെയിൽവേ പാളം എടുത്തുകാണ്ട് നമ്മൾ റോട്ട് നോക്കും. അപ്പോൾ ഈ ചില ആൾക്കാർ ടയർ പൊട്ടുമ്പോൾ നമ്മളെ വീലെന്താ നമുക്ക് റെയിൽവേ പാളത്തുമ്പോൾ കറക്റ്റ് നമുക്ക് പോകാം. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, അതങ്ങനെ. അപ്പോൾ ഈ ടയർ ഇല്ലാഞ്ഞാലും ഇനി നമുക്ക് റോട്ടുമ്പോൾ കൂടെ ഈ ഹോസ്പിറ്റലിലേക്കൊക്കെ നമുക്ക് പോകാം. വീട്ടിലൊക്കെ ടയർ പൊട്ടിക്കാണ്ടും ഇതൊക്കെ കിടക്കുന്ന ആൾക്കാർക്ക് ആ ടയറുണ്ട് ഊരാ, ആ വീല് നേരെ വണ്ടി വീല് ഇതിൽ കൂടെ കയറ്റിക്കാണ്ട് മറ്റേ റെയിൽവേ പാളത്തുമ്പോൾ വെക്കുക, ഓട്ടുക. നല്ല ഒരു മികച്ചൊരു ഐഡിയ ആണ്. ഗവൺമെൻറ് ഇതാക്കുമെന്ന് അറിയില്ല. പിന്നെ അത് നേരെ നമ്മളെ ഇത് നമ്മളെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ പോകും. അപ്പോൾ അവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട്, അവിടെയാണ് മെയിൻ സ്റ്റോപ്പ്. ഇതാണ് ബീച്ച്. ഇത് മെയിൻ ബീച്ച് എത്തിയിട്ട് ഇവിടെ ഒന്നും നമുക്ക് വേണ്ട, ഇവിടെ നിങ്ങൾക്ക് വിട്ടുതരാണ്. കാരണം ഇവിടെ ഫുള്ള് കടകളാണ്. ഇനി നമ്മൾ നല്ല മഴ കൊണ്ടൊന്നും കാണില്ല. കച്ചവടക്കാർ നമ്മൾ ബുദ്ധിമുട്ടിക്കൂല. നമ്മൾ മെയിനായിട്ട് നമ്മൾ ബീച്ച് മാത്രം, നാട്ടിലെ മാത്രം ബുദ്ധിമുട്ടിക്കും. അതെ, നാട്ടുകാരെ മാത്രം. കച്ചവടക്കാരൊന്നും നമ്മൾ ബുദ്ധിമുട്ടിക്കൂല, നാട്ടുകാരെ നമ്മൾ ബുദ്ധിമുട്ടിക്കും. ഇതാണ് നമ്മളെ മെയിൻ.
നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലുള്ള 2 നില നമ്മൾ വാങ്ങിക്കണേ. കാരണം വാപ്പറിച്ചാണല്ലോ. അതെന്തിനാണ് നമ്മൾ വാങ്ങിയത്? നമ്മളെ റിസോർട്ടിന്റെ സെക്യൂരിറ്റി ഗാർഡുകൾ അവിടെ നിൽക്കുന്നത്. റിസോർട്ട് ഫുൾ കാണാം. യെസ്, അവർക്ക് വേണ്ടിയിട്ട് സെക്യൂരിറ്റി ഗാർഡിന് വരെ 5 സ്റ്റാർ ട്രീറ്റ്. അതെ, അതാണ് കാരണം. എന്താ വാപ്പറിച്ചാണല്ലോ. അതെ, പൈസ നമുക്കൊരു വിഷയമല്ല. എന്ത് മഴയുള്ളത് ഇതാണ്. ഇത് കണ്ട ആനന്ദം, ഇത് എജ്ജാതി ആനന്ദം. അപ്പൊ ആൾക്കാരെ ആലോചിച്ച് നോക്കി, ഇത്രയും ആൾക്കാര് സന്തോഷിക്കാണ്. ഇത് ലിങ്ക്ഡിൻ എന്താന്ന് മൊത്തത്തിൽ പഠിച്ച് അവർക്ക് ഈ സൈൻ ലാംഗ്വേജുള്ള ആൾക്കാർക്ക് മെയിനായിട്ട് നമുക്ക് എന്താ ജോബ് കിട്ടാനുള്ള പണിയാണ്. അപ്പോൾ ഈ ലിങ്ക്ഡിൽ നമ്മൾ ഓൾക്ക് അങ്ങനെ ലിങ്ക്ഡിനെ പറ്റി അറിയില്ല. ആ ലിങ്ക്ഡിനെ പറ്റി അറിയാത്ത സാധനം അവരെന്ത് ചെയ്ത് ഇവ തല തൊട്ട് വാല് വരെ മൊത്തത്തിൽ പഠിപ്പിച്ചെന്നൊക്കെ പറഞ്ഞ ഊഫ്. പിന്നെ പറഞ്ഞ് എണീച്ച് നിൽക്കണ രോമം അജ്ജാതി എടുത്തിട്ട് അവിടെയുള്ള ടീച്ചർ ഇങ്ങനെ സൈൻ ലാംഗ്വേജിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ടീച്ചർ വരെ ഇങ്ങനെ അത്ഭുതമായിട്ട് നോക്കുക. ഊഫ്, ഇത്രയൊക്കെ ഉണ്ടേനാന്ന്. അതാലോചിക്ക്, ആ ടീച്ചർ വരെ അങ്ങനെ നോക്കണമെങ്കിൽ ഇവൻ്റെ ഒരു ഇത്. പിന്നെ അവൻ്റെ ലാപ്പിലൊരു പ്രസൻറ്റേഷൻ, ഇവനെ ഞാൻ അവൻ്റെ ലാപ്പിലൊരു പ്രസൻറ്റേഷൻ. ആ പ്രസൻറ്റേഷനാണ് നമ്മൾ മറ്റേ അധികം ഇട്ടപ്പോൾ ഏത് പ്രൊജക്ടറിലാണ്ട് ചുമർമക്കാണ്ട് ഇട്ടപ്പോൾ എല്ലാവരും നെട്ടി. ഏത് സാധനം അവൻ്റെ ഇത് പ്രസൻറ്റേഷൻ അല്ലാതെ പറയാൻ പറ്റുമോ? ഇല്ല, പറയാൻ പറ്റില്ല. കാരണം എന്താ, സത്യം നമ്മൾ ഉള്ള മാതിരി പറയണം. അതങ്ങനെയാണല്ലോ.